മുനമ്പം കമ്മീഷൻ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു തുടങ്ങി. 2 ആഴ്ചയ്ക്കകം നിലപാട് അറിയിക്കണമെന്ന് കമ്മീഷൻ. ജനുവരിയിൽ സിറ്റിംഗ് തുടങ്ങുമെന്നും കമ്മീഷൻ. മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട അവകാശ തർക്കത്തെക്കുറിച്ച് പഠിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയക്കുന്നതുൾപ്പെടെയുള്ള പ്രാഥമിക നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഫറൂഖ് കോളേജ്, വഖഫ് ബോർഡ്, വഖഫ് ഭൂമി സംരക്ഷണ ആവശ്യം ഉന്നയിക്കുന്നവർ, റവന്യൂ അധികാരികൾ തുടങ്ങിയവർക്കാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിഷയത്തിൽ 2 ആഴ്ചയ്ക്കകം അവരവരുടെ നിലപാടറിയിക്കാനാണ് കമ്മീഷന്റെ നിർദ്ദേശം. കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയ ഉടൻ തന്നെ ചില സംഘടനകളും വ്യക്തികളും കമ്മീഷനെ നേരിൽ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. എന്നാൽ പരാതികളടക്കം എഴുതി നൽകാനായിരുന്നു കമ്മീഷന്റെ നിർദ്ദേശം. കക്ഷികളിൽ നിന്ന് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ജനുവരിയോടെ സിറ്റിംഗ് തുടങ്ങാനാണ് കമ്മീഷന്റെ തീരുമാനം. മുനമ്പത്തെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെയാണ് ജുഡീഷ്യൽ കമ്മീഷനായി സർക്കാർ നിയമിച്ചത്. നടപടികൾ പൂർത്തിയാക്കി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷനോട് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. തർക്കം നിലനിൽക്കുന്ന ഭൂമിയുടെ കിടപ്പ്, സ്വഭാവം, വ്യാപ്തി എന്നിവ തിരിച്ചറിയുക, പ്രസ്തുത ഭൂമിയിലെ ശരിയായ താമസക്കാരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് അന്വേഷിച്ച് ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യുക തുടങ്ങിയവയാണ് കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ. കൈരളി ന്യൂസ്, കൊച്ചി.